പ്രൈസലോ കർത്താവിന്റെ അതിപരിശമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവചനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. അതിന് മോശ, അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയുകയും എന്നുത്തരം പറഞ്ഞു. യഹോവ അവനോട്, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് വായിച്ചത്. എന്നാൽ ഈ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, ചിന്തിക്കാൻ പറ്റുന്നത്, ആലോചിക്കാൻ പറ്റുന്നത്, നമ്മളുമായിട്ട് ഈ വചനം എന്താണ് ബന്ധം എന്നൊക്കെ നമുക്ക് ഈ വചനഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ 430 വർഷം ഇസ്രായേൽ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ മക്കളുടെ നിലവിളി കേട്ട ദൈവം ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ആളാണ് മോശ. മോശയും ഇസ്രായേലിലേക്ക് അയക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ മോശ ദൈവത്തോട് പറയുന്ന ഒഴിവുകഴിവുകൾ, തടസ്സവാദങ്ങളാണ് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. അപ്പോൾ മോശയുടെ തടസ്സവാദങ്ങൾക്കെല്ലാം ദൈവം മറുപടി കൊടുക്കുന്നുണ്ട്. പ്രൈസലോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പല ചോദ്യങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ അല്ലേലൂയ, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മകൾ സത്യങ്ങളെ, മഹാത്ഭുതങ്ങളെ, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മകൾ സ്നേഹത്തെ അല്ലേലൂയ നമ്മൾ തിരിച്ചറിയണം. അല്ലേലൂയ. അപ്പം ദൈവവചനത്തിനകത്ത് എന്താണ് മകൾ സത്യങ്ങൾ, മഹാത്ഭുതങ്ങൾ, മകൾ സ്നേഹം, ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന അതിശ്രേഷ്ഠവും രുചികരവുമായ ഒന്നാണ് വചനം. മാത്രം ഇത് അത്ഭുതം ചെയ്യുന്ന വചനമാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ വചനത്തിനകത്ത് ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം ദൈവം വചനം എന്ന് പറഞ്ഞ രഹസ്യങ്ങൾ കൊണ്ടും മർമ്മങ്ങൾ കൊണ്ടും നമുക്കെല്ലാം വെളിപ്പെട്ട് കിട്ടാതെ കൊണ്ടും പലതും നമുക്ക് മറഞ്ഞിരിക്കുന്നതുമാണ്. എന്നാൽ ദൈവം ഒരാളെ വിളിച്ച് വേർതിരിച്ച് വചനം വെളിപ്പെടുത്തുമ്പോൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്താവും? മഹാത്ഭുതങ്ങളായി മാറും. പ്രൈസലോ. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് മോശ പല ഒഴിവുകഴിവും തടസ്സവാദങ്ങളും പറഞ്ഞ് ദൈവത്തിന് മാറിപ്പോകുന്നത് പോലെ തന്നെ ഈ കാലഘട്ടത്തിലും ദൈവം നമ്മെ എന്തെങ്കിലും ദൗത്യങ്ങൾ ഏൽപ്പിച്ചാൽ നമ്മൾ ഒരുപാട് ഒഴിവുകഴിവുകളും തടസ്സങ്ങളും ഒക്കെ പറയും. നമ്മൾ പറയുന്ന ഒഴിവുകഴിവും തടസ്സങ്ങളും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നിന്നോട് എന്തെങ്കിലും ചെയ്യുവാൻ പറഞ്ഞാൽ അത് നീ ചെയ്യുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവസേനയിൽ അല്ലെങ്കിൽ ഒരു വിസമ്മതം കാണിക്കുന്നത്, ദൈവസേനയിൽ അല്ലെങ്കിൽ നമ്മൾ തർക്കിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. കാരണം ദൈവം പരമാധികാരിയായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ തർക്കിക്കാൻ പാടില്ല. അതിന് ഉദാഹരണം ഞാൻ പറയാം. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ കോടതിയുണ്ട്. സെക്കൻഡ് ക്ലാസ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സെഷൻസ് കോടതിയുണ്ട്, മുനിസിപ്പൽ കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, അതുപോലെ തന്നെ സുപ്രീം കോടതി, വിവിധ കോടതികളുണ്ട്. അവിടെ ഇരിക്കുന്ന ജഡ്ജിമാരുടെ അധികാരമുള്ളവരാണ്. നമ്മൾ അവിടെ ചെന്നിട്ട് ആ ജഡ്ജിയോട് നമ്മൾ വാദിക്കാനോ തർക്കിക്കാനോ ഒന്നും പറ്റത്തില്ല. കാരണം അദ്ദേഹം ഒരു പരമാധികാരത്തിൽ ഇരിക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവ് പരമാധികാരി, സർവ്വലോകത്തിന്റെ പരമാധികാരിയാണ്. സുപ്രീം കോടതി ജഡ്ജ് എന്നൊക്കെ പറഞ്ഞ പോലെ സ്വർഗീയ കോടതിയുടെ യഥാർത്ഥ പരമാധികാരിയാണ്. അപ്പൊ കർത്താവ് നമ്മോട് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വസിച്ചിട്ട് അതിന് തർക്കുത്തരം പറയാതെ അതിനകത്തെ ഞാൻ ആദ്യം ഓർപ്പിച്ചില്ല മഹാത്ഭുതങ്ങളെ, മഹാൽ സത്യങ്ങളെ, മഹത് സ്നേഹങ്ങളെ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ മോശയെപ്പോലെ നമ്മൾ ഒഴിവുകഴിവ് പറയാനായിട്ട് നിൽക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ വചനം ചിന്തിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് നീ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ, നിനക്ക് തന്നെ തരണം ചെയ്യാൻ കഴിയാതെ നീ ഭാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന ഏത് വിഷയമായിരുന്നാലും അതിനകത്തൊരു അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. കാരണം ഇസ്രായേൽ മക്കളുടെ നിലവിളി ദൈവം കേട്ടു. ഹല്ലേലൂയ. അവർ മിസ്രൈമിൽ കിടന്ന് കഷ്ടത അനുഭവിക്കുന്ന മണ്ണ് ചുട്ട് ഇഷ്ടിക ഉണ്ടാക്കി ആ കഠിനമായ പ്രയത്നം ചെയ്യുന്നത് യഹോവയായി ദൈവം കണ്ടു. അപ്പൊ തന്റെ ജനത്തെ വിടിവിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, സഹോദരരെ, നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ, നീ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, നീ അനുഭവിക്കുന്ന വേദനയുടെ നടുവിൽ നിന്നെ പുറത്തു കൊണ്ടുവരുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിന് തടസ്സമായി നിൽക്കുന്ന ഏത് ശക്തിയായിരുന്നില്ല, ശക്തിയെ ദൈവം മാറ്റിക്കളയും. ഇസ്രായേൽ മക്കളെ പുറത്തു കൊണ്ടുവരാൻ, ഇസ്രായേൽ മക്കളെ വിട്ടയക്കാൻ കഴിയാതെ ഹൃദയം കഠിനമാക്കിയ
ഫറവോന്റെ സൈന്യത്തെ അവസാനം ചെങ്കടലിൽ ദൈവം മുക്കിക്കളഞ്ഞതുപോലെ നിന്റെ ആത്മജീവിതത്തിനും ആത്മശുശ്രൂഷയ്ക്കും നിന്റെ ആത്മീയ നന്മയ്ക്കും നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കും തടസ്സമായി നിൽക്കുന്ന ഫറവോനി ശക്തികളെ ദൈവം നീക്കിക്കളയും. നമുക്ക് ഒറ്റ കാര്യം ചെയ്യാനുള്ള പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഒഴിവ് പറഞ്ഞ് തടസ്സവാദങ്ങൾ പറഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കാതെ അവൻ പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യണം. പ്രേക്ഷകരോട് ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്ക് ദൈവത്തിന്റെ വചനം കാണാൻ കഴിയുന്നത് ദൈവം ഹല്ലേലൂയ മോശയെ ഒരു വടിയോടുകൂടി മാത്രം ഹോരേബ് പർവ്വതത്തിൽ തന്റെ ഹല്ലേലൂയ അമ്മാവന്റെ ആടുകളെ മേയിച്ച് കൊണ്ട് ഹോരേബ് പർവ്വതത്തിലെത്തി. ഒരു വടിയുമായിട്ട് മാത്രം തന്റെ അമ്മായിയപ്പന്റെ ആടുകളെ മേയിച്ച് അങ്ങനെ ആ നടപ്പ് മോശയെ കൊണ്ട് ഹോരേബ് പർവ്വതത്തിൽ വരെ എത്തി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒഴിവ് പറയുമ്പോഴാണ് കർത്താവ് ചോദിച്ചത്, നിന്റെ കയ്യിൽ എന്താണുള്ളത്? അല്ലെങ്കിൽ നിന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്? നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മോശയുടെ കയ്യിൽ ആകെയുള്ള ഒരു വടിയേ ഉള്ളൂ. ആ വടി എന്ന് പറയുന്നത് യിത്രോവിന്റെ ആടുകളെ, തന്റെ അമ്മായിപ്പിന്റെ ആടുകളെ മേയിക്കാൻ വേണ്ടിയിട്ട് താൻ എടുത്ത ഒരു വടിയാണ്, അല്ലേ? ആ വടിക്ക് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല, വടിക്ക് വലിയ സത്യങ്ങളൊന്നുമില്ല. പക്ഷെ ആ വടിക്ക് പ്രാധാന്യം വന്നത് ദൈവം മോശയെ തൊട്ടപ്പോഴാണ്, ദൈവം മോശയെ വിളിച്ചപ്പോഴാണ്, മോശയ്ക്ക് ചില നിയോഗം കൊടുപ്പോഴാണ് മോശയുടെ കയ്യിലെ വടി അല്ലെങ്കിൽ അതൊരു അധികാരത്തിന്റെ വടിയായി മാറുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന് പറഞ്ഞു, ദൈവം തന്നെ അയച്ചു എന്ന കാര്യം ഇസ്രായേലിൽ വിശ്വസിക്കില്ല. മോശ പറഞ്ഞു, എന്നെ അങ്ങാണ് അയച്ചെന്ന് ഞാൻ വിശ്രയിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം അംഗീകരിക്കത്തില്ല. അല്ലെങ്കിൽ എന്നെ സംശയത്തിന് നേതൃത്വ പദവി എന്ന സംശയം ആ നേതൃത്വ പദവി ഏറ്റെടുക്കാൻ മോശ സമ്മതിക്കുന്നത്. അപ്പൊ മോശ പറഞ്ഞു, ഞാനങ്ങോട്ടി എന്ന് പറഞ്ഞാൽ നീ എന്നെ അയച്ചത് ഇവര് വിശ്വസിക്കത്തില്ല, നിന്റെ ജനമാണ്, അതുകൊണ്ട് എനിക്ക് നേതൃത്വ പദവി വേണ്ട എന്ന് പറഞ്ഞു മോശ ഒഴിവ് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പൊ മോശയുടെ സംശയത്തിന് പരിഹാരമായി ദൈവം 3 അത്ഭുതങ്ങളെ ഹല്ലേലൂയ മോശയ്ക്ക് വെളിപ്പെടുത്തി. ദൈവത്തിന്റെ 3 അധികാരങ്ങൾ, 3 അത്ഭുതങ്ങൾ മോശയ്ക്ക് വെളിപ്പെടുത്തുക. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഹല്ലേലൂയ സ്തോത്രം വടി സർപ്പമായി തീരുക. രണ്ടാമത്തെ കാര്യമാണ് ഹല്ലേലൂയ കൈമേൽ കുഷ്ഠം വരുത്തുക. മൂന്നാമത്തേതാണ് വെള്ളം രക്തമായി തീരുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ മോശയിലൂടെ ദൈവം വെളിപ്പെടുത്തി കഴിയുമ്പോൾ മോശയെ സാജനം വിശ്വസിക്കത്തക്ക നിലയിലേക്ക് മോശയെ ദൈവം വളർത്തിയെടുക്കുകയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളിൽ നമുക്കും ഇതുപോലെയുള്ള സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യത്തിലും ഉത്സാഹം ഉണ്ടാകത്തില്ല. സംശയം നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. സംശയിക്കുന്നതിന് കാറ്റടിച്ചലയുന്ന കടത്തിലേക്ക് സമരം എന്നാണ് യാക്കോബിന്റെ ലേഖനം വായിക്കുന്നത്. നമ്മൾ ഏത് കാര്യങ്ങളും സംശയം കൂടാതെ വിശ്വസിക്കുകയും സംശയം കൂടാതെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്ത് ഇത് ദൈവമാണ് അരുളിച്ചത്, ദൈവമാണ് പറയുന്നത്, അത് എനിക്കൊരു വിടുതലാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് ഹല്ലേലൂയ നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കുന്നത്. പലപ്പോഴും നിനക്ക് അത്ഭുതം കാണാൻ കഴിയാത്ത നിലയിൽ നിന്റെ കണ്ണുകൾ കുരുടായിരിക്കുന്നത് സ്തോത്രം നിന്നെ അവിശ്വാസത്തിലേക്ക് നയിക്കുന്ന ചില സാത്താന്റെ പദ്ധതികളാണ്. അപ്പൊ മോശയുടെ കയ്യിലിരിക്കുന്ന വടി, ആ വടി എന്താണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. ഈ വടിയെ കുറിച്ച് അധികാരത്തിന്റെ ചിഹ്നമാണ് ഈ വടി എന്ന് പറയുന്നത്. അധികാരത്തിന്റെ ചിഹ്നമാണ് ഈ വടി എന്ന് പറയുന്നത്. സങ്കീർത്തന പുസ്തകം 2:9 ഹല്ലേലൂയ വെളിപ്പാട് 10:2 ഒക്കെ കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 2:27 കാണാൻ കഴിയും. അപ്പൊ ആടുകളെ നേർവഴിക്ക് നടത്തുന്ന ഇടയന്റെ വടിയാണ് മോശയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ആടുകളെ നേരായ പാതയിലൂടെ നടത്തുന്ന വടിയാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലം ആട്ടിക്കൂട്ടൊക്കെ എന്ന് പറഞ്ഞ വലിയ കൂട്ടമാണ്. നമ്മൾ ഇന്നത്തെ പോലുള്ള 10, 20 അല്ലെങ്കിൽ 50, 100 ആടൊന്നും അല്ല, വലിയ കൂട്ടം ആടുകളാണ്. ആ ആടുകളെ നേരായ പാതയിൽ കൂടി കൊണ്ടു നടത്താൻ മോശ എടുത്ത വടിയാണ് തന്റെ കയ്യിലിരിക്കുന്ന വടി. അല്ലെങ്കിൽ ദൈവം അവനെ ഇസ്രായേലിയുടെ നേതാവായി തിരഞ്ഞെടുത്തതിന്റെ തെളിവായിരുന്ന വടി. ഇസ്രായേൽ ജനത്തിന്റെ നേതാവായി തിരഞ്ഞെടുത്തതിന്റെ തെളിവാണ് വടി എന്നാണ് ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ആ വടി അത് നിലത്തിട്ടപ്പോൾ സർപ്പമായി തീർന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ വിശ്വാസത്തോടെ ആ വടിയെ പിടിച്ചപ്പോൾ അത് ദൈവത്തിന്റെ വടിയായി മാറി. മോശ ആടുകളെ മേയിക്കുന്ന സമയത്തൊന്നും ഈ വടി ദൈവത്തിന്റെ വടിയല്ല. അല്ലേ? ഈ വടിക്ക് എന്നാലും വലിയ പ്രത്യേക ശക്തിയൊന്നുമില്ല. പക്ഷേ ഇത് മിസ്രൈമിൽ ഫറവോന്റെ മുമ്പിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ വടി അത് സ്തോത്രം ഒരു പാമ്പായി മാറി, സർപ്പമായി തീർന്നു.
പിന്നെ അതിന്റെ വാലയിൽ പിടിച്ചെടുക്കാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അത് ഒരു വടിയായി തീർന്നു. അതാണ് ദൈവത്തിന്റെ വടിയായി മാറുന്നത്. അല്ലേലിയ. അതിന്റെ മറ്റൊരു ചിന്തയിലേക്ക് നമ്മൾ വരും. അല്ലേലിയ. അപ്പൊ ഇവിടെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കയ്യെ കുഷ്ഠം ഉണ്ടാകുക. അല്ലേലിയ. അപ്പൊ കുഷ്ഠം അല്ലേലിയ, അതോ മാർവിടം അഥവാ ഹൃദയം നാം ആരാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുക. കുഷ്ഠം നമ്മുടെ മാർവിടം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയമൊക്കെ എന്ന് പറയുമ്പോൾ നാം ആരാണ് സൂചിപ്പിക്കുക? നാം എന്ത് ചെയ്യുന്നു എന്നതിനെയാണ് കൈ സൂചിപ്പിക്കുന്നത്. നാം എന്ത് ചെയ്യുന്നതിനെ കൈ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ നാം എന്തായിരിക്കുന്നുവോ അത് തന്നെ ആയിരിക്കും ആത്യന്തികമായി നാം ചെയ്യുന്നത്. നാം എന്താണോ അത് തന്നെയായിരിക്കും ആത്യന്തികമായി നാം ചെയ്യുന്നതെന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് അറിയാം എന്ന് യേശു പ്രസ്താവിച്ചിരിക്കുന്നതും പുതിയ നിയമത്തിൽ ലൂക്കോസ് സുവിശേഷത്തിൽ ആമേൻ അല്ലെ 6:17-43-45 ഭാഗത്ത് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ രേഖപ്പെടുത്തുന്ന രണ്ട് അടയാളങ്ങളെയും വടിയും കൈയും ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കത്തെയാണ് കാണിക്കുന്നത്. ഈ വടിയും തന്റെ കൈയും ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കത്തെയാണ് കാണിക്കുന്നത്. അല്ലേലൂയ, സ്തോത്രം, അല്ലേലൂയ. വീണ്ടും ദൈവത്തിന് വചനം പാടികൾ സമർപ്പണം ദൈവവേലയ്ക്ക് വേണ്ടിയുള്ളതാണ്. അല്ലേലൂയ, സ്തോത്രം. ദൈവശക്തിയുടെ വടി പിടിക്കുന്ന കൈ പുതിയ ഹൃദയത്താൽ ഭരിക്കപ്പെടുന്നു, ശുദ്ധീകരിക്കപ്പെടണം. മോശയുടെ കയ്യിലെ വടി അത് സർപ്പമായി തീർന്ന് അതിന്റെ വാനിൽ പിടിച്ചപ്പോൾ അത് ദൈവത്തിന്റെ വടിയായി തീർന്നപ്പോൾ പിന്നെ നമ്മുടെ കൈ സമർപ്പണമുള്ള ശുദ്ധിയുള്ളതായിരിക്കണം. ഹല്ലേലൂയ. അപ്പം വടി അധികാരത്തിന്റെ വടിയാണത്, അധികാരത്തിന്റെ ചിഹ്നമാണ്. അത് ദൈവത്തിന്റെ വടിയാണ്. ഈ വടി വടി നമ്മുടെ കൈകളിലാണ്. അപ്പം നമ്മുടെ കൈ വളരെ വെടിപ്പായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കൈകളിൽ മാലിന്യം പറ്റാൻ പാടില്ല. മലിനത നമ്മുടെ കരങ്ങളിൽ വരാനേ പാടില്ല. ഇന്ന് ലോകത്തിൽ നോക്കിയാൽ 99.4 ഇനി 100% ജനങ്ങളുടെയും കൈ മലിനതയാണ്. മലിനതയില്ലാത്ത മലിനമാകാത്ത ഒരു കരങ്ങൾ പോലും ഈ ഭൂമിയിലില്ല. ഇനി നിങ്ങൾ അതിന് എന്തെല്ലാം എതിർത്ത് പറഞ്ഞാലും വാദിച്ചാലും എന്റെ കൈ ശുദ്ധമാണ്, എന്റെ കൈ പരിപാവനമാണ്, പവിത്രമാണെന്ന് പറഞ്ഞാലും ദൈവം നോക്കുമ്പോൾ നിന്റെ കൈ മലിനപ്പെട്ടിരിക്കുന്നു. നീ പലതിലും നിന്റെ കൈയെ മലിനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വടി നമ്മൾ കരങ്ങളിൽ പിടിക്കണമെങ്കിൽ, ദൈവിക ശുശ്രൂഷ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ കരങ്ങൾ വെടിപ്പായിരിക്കണം. അല്ലേ? കരം വെടിപ്പാകാത്തിടത്തോളം കാലം അല്ലെങ്കിൽ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പം കർത്താവ് പറയുന്നത് നമ്മുടെ കരമാണ് ഏറ്റവും കൂടുതൽ പാപം ചെയ്യിക്കുന്ന. ശുശ്രൂഷയ്ക്ക് കാലഘട്ടത്തിൽ ഈ നാളുകളിൽ പണത്തിന് ഒരുപാട് ചെലവുകളുണ്ട്. ഒരുപാട് വ്യാജം പറഞ്ഞ് കളവ് പറഞ്ഞ് ഒരുപാട് പണം അപഹരിച്ച് മേടിക്കുന്ന അനുഭൂതി ശുശ്രൂഷകരുണ്ട്. അല്ലേരിയ. അപ്പൊ അത് നമ്മുടെ കൈകൊണ്ടല്ലേ മേടിക്കുന്നത്. കൈകൊണ്ട് മേടിക്കും. കൈ എന്ത് ചെയ്ത് മാറുന്നു. അപ്പൊ മലിനമാകുന്ന കൈകൊണ്ട് ദൈവത്തിന്റെ വടി പിടിച്ചാൽ അതുകൊണ്ട് ശുശ്രൂഷ വെളിപ്പെടുത്തത്തില്ല. അല്ലേരിയ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലേരിയ. അപ്പം പുതിയ ഹൃദയത്തെ ദൈവം നമുക്ക് പുതിയ ഹൃദയം തരുമ്പോൾ ആ പുതിയ ഹൃദയത്തിനകത്ത് എല്ലാ കാലഘട്ടത്തിലും ശുദ്ധീകരണം നടക്കണം. അതാണ് ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന എബ്രായ ലേഖനം 12:14-15 വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അല്ലേലൂയ. അപ്പൊ ഇവിടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രക്തമാണ്. അല്ലേലൂയ. രക്തം. അല്ലേലൂയ. ഈ രക്തം ചൊരിഞ്ഞുള്ള യാഗത്തെ വെറുത്തിരുന്ന മിസ്രയീമ്യർക്ക് തങ്ങൾ ദേവനെന്ന് വിശ്വസിച്ച് നൽകിയ നീലനദിയിലെ ജലത്തെ രക്തമാക്കി കാണിച്ചപ്പോൾ, അല്ലേലൂയ. അപ്പം ഇവിടെ കാണുന്നത് എന്താണ്? സ്തോത്രം. അല്ലേലൂയ. ഈ രക്തം ചൊരിഞ്ഞിട്ടുള്ള അല്ലേലൂയ യാഗത്തെ വെറുത്തിരുന്നവരാണ് ഇസ്രായേൽ. അല്ലേലൂയ. ആ ഇസ്രായേലത്തിന്റെ ദേവനെന്ന് വിശ്വസിച്ചിരുന്ന അവിടുത്തെ നൈൽ നദിയാണ് അവർ ദേവനായിട്ടും അവരുടെ ദൈവമായിട്ടൊക്കെ വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നദിക്കകത്തൊരു അത്ഭുതം നടത്താനാണ് ദൈവം പറയുന്നത്. അല്ലേലൂയ, സ്തോത്രം. അപ്പൊ അവിടെ എന്താണ് ചെയ്തത്? സ്തോത്രം. അല്ലേലൂയ. മോശ തന്റെ കയ്യിലിരുന്ന വടി എടുത്ത വെള്ളത്തെ അടിച്ചപ്പോൾ എന്ത് ചെയ്തു? അത് രക്തമായി തീർന്നു. അല്ലേലൂയ എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. അല്ലേലൂയ. അതേപോലെ നമ്മൾ ദൈവവചനത്തിന്റെ മുമ്പാകെ നിൽക്കും വളരെ വിശുദ്ധിയിലും വേർപാടിലും നിൽക്കണം. ദൈവം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കരങ്ങൾ വെടിപ്പാക്കണം. അല്ലേലൂയ. ദൈവം തന്നിരിക്കുന്ന 3 അടയാളങ്ങൾ. ഒന്നെന്താ? വടി, രക്തം, നമ്മുടെ കൈ. ഇതിന് മൂന്നിനും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ കാലഘട്ട ശുശ്രൂഷയിൽ ഞാൻ നിങ്ങൾ വിശുദ്ധിയോടുകൂടി നിൽക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് എന്നെ നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല, നാം ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതിസന്ധി
പ്രതിസന്ധികൾ ഏറെയാണ്, വെല്ലുവിളികൾ ഏറെയാണ്. നമുക്ക് തരണം ചെയ്യാൻ കഴിയാത്ത, നമുക്ക് സ്വന്തമായിട്ട് മറുപടി കണ്ടെത്താൻ കഴിയാത്ത, നമുക്ക് സ്വയം മോചിക്കപ്പെടാൻ കഴിയാത്ത ഒരുപാട് ബന്ധനത്തിന്റെ നിലവിലൂടെ ഞാനും നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ പരിപൂർണമായി കർത്താവ് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് എനിക്കൊന്നിനും കഴിവില്ല, എനിക്കൊന്നിനും പ്രാപ്തിയില്ല, അങ്ങ് എന്തെങ്കിലും ചെയ്തെങ്കിലും മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ, അതുകൊണ്ട് എന്നോട് കൂടി ഇത് സഹായിക്കണമേ, എന്നോട് കൂടി ഇരിക്കണമേ, എന്നെ വലകൈ പിടിച്ച് നടത്തണമേ എന്നൊക്കെ നമ്മൾ നമ്മുടെ സർവശക്തനായ ദൈവത്തോട് പറയുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം നിന്നെ ഒന്ന് ഉയർത്താൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം നിന്നെ ഒന്ന് മാനിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, നിന്റെ കുടുംബത്തെ അടക്കി ഭരിക്കുന്ന, നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന, തലമുറയെ നശിപ്പിക്കുന്ന പാപത്തിന്റെ അനുഭവത്തിൽ നിന്റെ കുടുംബത്തെ വിടിവിച്ചെടുക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുമ്പോൾ, നിന്റെ കരങ്ങൾ വെടിപ്പായി മാറട്ടെ, നിർമ്മലമായി മാറട്ടെ. മലിനമില്ലാത്ത കരങ്ങൾ കൊണ്ട് ദൈവം ഏൽപ്പിച്ച അധികാരത്തിന്റെ ആ ശുശ്രൂഷയ്ക്ക് നീ നിന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പലരുടെയും കൈ മലിനമാണ്, വാക്കുകൾ മലിനമാണ്. ഹല്ലേലൂയ. ഞാൻ ഓരോ ദിവസവും അനവധി ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ എന്റെ സമയത്തെ ചെലവഴിക്കാറുണ്ട്. അനവധി ആളുകൾ ഓരോ ദിവസം വിളിക്കും, പാസ്റ്റർ എന്റെ വിഷയത്തിലൂടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവരുടെ വിഷയങ്ങൾ ചോദിക്കും. പലപ്പോഴും നമ്മളെ ഭാരപ്പെടുന്ന അനുഭവങ്ങളാണ്. കഴിഞ്ഞ ദിവസം പോലും ചില പ്രാർത്ഥനയുടെ വിഷയത്തിന് വേണ്ടി ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, മലിനത കൊണ്ട് നിറയപ്പെട്ട് നിൽക്കുന്ന മലിനമായ കരങ്ങളും അനവധി ആളുകൾ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. എൻ്റെ ഏരിയ അനവധി ആളുകളുടെ കരങ്ങളും മലിനമാണ്. മലിനമായ കൈ നിനക്കുള്ളപ്പോൾ സഹോദര, നീ ചെയ്തെടുക്കുന്ന ക്രൂരമായ ശുശ്രൂഷയുണ്ടല്ലോ, ദൈവത്തോട് ചെയ്യുന്ന ക്രൂരത. അല്ലേരിയ ദൈവം നിന്നെ കണക്ക് ചോദിക്കും, ദൈവം നിന്നെ ന്യായം വിധിക്കുമ്പോൾ അല്ലേരിയ നീ അതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അല്ലേരിയ മോശയുടെ ചെറുപ്രായത്തിൽ അല്ലേരിയ മിസ്രൈമി കൊട്ടാരത്തിൽ ചെന്നതാണ്. നീല നദിക്കകത്ത്, നൈൽ നദിക്കകത്തൊരു ഞാങ്ങണപ്പെട്ടിയിൽ ഒഴുക്കിവിട്ട മോശയെ മോശക്കുഞ്ഞിനെ ഫറവോന്റെ പുത്രി അലരിയ അവളുടെ ദാസിമാരും കൂടെ നീലനദിയിൽ കുളിക്കാൻ വന്ന സമയത്താണ് ഞാങ്ങണപ്പെട്ട ഒഴുകി നടക്കുന്നത് കണ്ട് ഫറവോന്റെ പുത്രിയുടെ കണ്ണുകൾ ആ ഞാങ്ങണപ്പെട്ടത്തെ ആകർഷിച്ചപ്പോഴാണ് തന്റെ ദാസിമാരെ വിട്ട ഞാങ്ങണപ്പെട്ട കരക്കെടുത്തപ്പോൾ അതിനകത്ത് അതിസുന്ദരനായിരിക്കുന്ന മനോഹരനായിരിക്കുന്ന മോശക്കുഞ്ഞെ കണ്ടതും അങ്ങനെ മോശയുടെ ചെറുപ്രായത്വത്തിനെ മോശയെ മിസ്രൈമിൽ കൊണ്ടുപോയി രാജകീയമായ രീതിയിൽ രാജകൊട്ടാരത്തിൽ വളർത്തിയെടുത്തു. അല്ലെങ്കിൽ തന്റെ ചെറുപ്രായം ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് സ്നേഹത്തോടെ അവനെ വിളിച്ചു. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് സ്നേഹത്തോടെ മോശയെ വിളിച്ചു. മോശയ്ക്ക് നല്ല സ്നേഹമാണ്, നല്ല ആദരവുണ്ട്, നല്ല സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ കൊട്ടാരത്തിനകത്തെ അടുത്ത രാജകീയ പദവി, രാജകീയ കിരീടം അണിയേണ്ടിവനാ. സ്തോത്രം വലിയ അപ്പം ഫറവോന്റെ പുത്രിയുടെ മകൻ വിളിക്കപ്പെട്ടു. കയ്യിൽ ചെങ്കോലോന്തി രാജ്യം ഭരിക്കേണ്ട മോശ, കയ്യിൽ ചെങ്കോലേന്തി രാജ്യം ഭരിക്കേണ്ടവനാ മോശ. ഫറവോൻ കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ ഫറവോന്റെ ചെങ്കോൽ മോശയുടെ കരങ്ങളിൽ വരും. ഫറവോന്റെ കിരീടം മോശയ്ക്ക് കിട്ടും, ഫറവോന്റെ സിംഹാസനം മോശയ്ക്ക്. അങ്ങനെ കിരീടവും ചെങ്കോലും ധരിച്ചുകൊണ്ട് മിസ്രൈമി സിംഹാസനത്തിലിരുന്ന് മിസ്രൈമിനെ മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജകുമാരനാണ് മോശ. ഹല്ലേലൂയ. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഹല്ലേലൂയ. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും മോശ വളരും തോറും തന്റെ സഹോദരന്മാരെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. കൊട്ടാരത്തിനകത്ത് വളരും തോറും മോശയ്ക്ക് തന്റെ സഹോദരന്മാർ മിസ്രൈമിൽ അടിമകളായി കിടക്കുന്നത് എന്റെ സഹോദരങ്ങളാണല്ലോ, എന്റെ വർഗമാണല്ലോ, അവർ അടിമത്തത്തിലാണല്ലോ, അവർ അടിമനുഖം ചുമക്കുകയാണല്ലോ, അവർ കഠിനമായ പീഡയിലാണല്ലോ കടന്നു പോകുന്നു, അവർ പലരും മരിച്ചു വീഴുന്നത് ഞാൻ കാണുന്നു. അത് ഞാൻ കയ്യിൽ ചെങ്കോലും കിരീടമായി ഈ രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് സംഭവിക്കും. അതുകൊണ്ട് എന്റെ കൺമുമ്പിൽ ചിന്നി അത് സംഭവിക്കാൻ പാടില്ല എന്നുള്ള ചിന്ത മോശയുടെ ഉള്ളിൽ വളരാൻ തുടങ്ങി. ഇതെങ്ങനെയാണ് മോശയ്ക്ക് മനസ്സിലായത്? മോശയ്ക്ക് മനസ്സിലായ ഒറ്റ കാര്യമുള്ളൂ. കാരണം മോശെ ഞാങ്ങളപ്പെട്ടകത്തിന് എടുത്ത് മോശയ്ക്ക് മുലപ്പാൽ കൊടുത്ത് വളർത്താൻ വേണ്ടി അവന്റെ അമ്മയെ തന്നെയാണ് കണ്ടെത്തിയത്. അങ്ങനെ മോശയ്ക്ക് ചെറുപ്രായത്വത്തിന് മിസ്രൈമിലെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ മോശയുടെ മാതാവിന് ലഭിച്ച എബ്രായരെ കുറിച്ചുള്ള അറിവും മോശയ്ക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ.
അതുകൊണ്ട് തന്റെ സഹോദരങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അവരെ ഏതെങ്കിലും വിധത്തിൽ പുറത്തെടുക്കണമെന്നുള്ള ആ ചിന്ത വന്നപ്പോഴാണ് മോശ ഒരു ദിവസം അല്ലേരിയ എന്താണ് വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്ന തെരഞ്ഞെടുത്തു പ്രായലേഖനം അല്ലേരിയ. അപ്പോൾ 11-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പ്രായലേഖനം 11-ാം അധ്യായം 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അവിടൊക്കെ ദൈവത്തിന്റെ വചനത്തിനകത്ത് ശ്രേഷ്ഠമായ കാര്യങ്ങളെ രേഖപ്പെടുത്തി വെച്ചുമ്പോൾ ഞാൻ ആ ഭാഗം എബ്രായ ലേഖനം ഹല്ലേലൂയ 11-ാം അധ്യായം 23-24 വാക്യങ്ങൾ. വിശ്വാസത്താൽ മോശയുടെ ജനത്തിന് ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ട് ഹല്ലേലൂയ രാജാവിന്റെ കൽപ്പന കൈപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടി കഷ്ടം അനുഭവിക്കുന്ന തെരഞ്ഞെടുത്തു. തന്റെ സഹോദരന്മാർ മിസ്രൈമിൽ കിടന്ന് കഷ്ടം സഹിക്കുകയാണ്, നൊമ്പരപ്പെടുകയാണ്, ഇഷ്ടികെട്ടിട്ട് കഠിന വേദനയിലൂടെ കടന്നുപോയി. അതുകൊണ്ട് ഞാൻ ഈ മിസ്രൈമിന്റെ ചെങ്കോൽ ധരിച്ചുകൊണ്ട് കിരീടം ധരിച്ചുകൊണ്ട് ഈ രാജസിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ജനത്തോടൊപ്പം കഷ്ടം സഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്റെ ജനത്തെ എന്റെ ജനത്തെ ഇവിടുന്ന് പുറപ്പെടുവിക്കണം. ആ ഒരു ചിന്ത വന്നപ്പോഴാണ് മോശ ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നതും മണൽ കുഴിച്ചെടുത്തും. പിറ്റേ ദിവസം ചെല്ലുമ്പോൾ 2 എബ്രാഹിംമാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. അവരോട് നിങ്ങൾ സഹോദരന്മാരാണെന്ന് പറഞ്ഞപ്പോൾ അവർ മോശയ്ക്കെതിരെ എതിർക്കുക. ഇന്നലെ നീ ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നു, ഇന്ന് ഞങ്ങളെയും കൂടെ അടിച്ചു കൊല്ലാൻ വരികയാണോ എന്നുള്ള ചോദ്യത്തിൻ്റെ മോശ ഭയപ്പെട്ടു പോയി. മോശ മിസ്രൈം കൊട്ടാരം വിട്ടു, രാജകീയ പദവി വിട്ട്, ചെങ്കോൽ വിട്ട്, കിരീടം വിട്ട്, രാജസിംഹാസനം വേണ്ട എന്നുള്ള തീരുമാനമെടുത്ത് മിസ്രൈമിൽ നിന്ന് ഓടിപ്പോന്ന പോരിശയാണ് മിദ്യാൻ മരുഭൂമിയിൽ വന്ന് യിത്രോവിന്റെ മകളെ വിവാഹം കഴിക്കുന്ന ഒരു ആട്ടിടയനായി മാറുന്നത് കണ്ടോ. രാജകുമാരൻ ഇപ്പൊ എവിടെയായി ആട്ടിടയനായി മാറി. രാജകീയ ചെങ്കോല് പിടിക്കേണ്ടവൻ രാജകീയ ചെങ്കോല് പിടിച്ച് കിരീടം ധരിച്ച് കിരീടധാരിയായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടവൻ ഇപ്പൊ എവിടെയാ വന്നിരിക്കുന്നത്? ആടുകളെ മേയിക്കാനുള്ള പടിയ. ചെങ്കോല് നഷ്ടപ്പെട്ടിപ്പോ ആടുകളെ മേയിക്കാനുള്ള പടിയ. സിംഹാസനം നട്ടിപ്പോ ആടുകളോടൊപ്പം ആ ജീവിതം. കൊട്ടാരം വിട്ടു വനാന്തരത്തിലൂടെ ആ ജീവിതം. എത്രയൊന്ന് ഓർത്തു നോക്കിയല്ലേ. ആ മോശയാണ് ദൈവം ഉയർത്തുന്നത്. അപ്പം മിസ്രൈമിന്റെ മിസ്രൈമിലെ രാജകീയ പദവിയുള്ള ചെങ്കോലല്ല മോശയ്ക്ക് വേണ്ടിയത്. മോശയുടെ കരങ്ങളിൽ വേണ്ടി ദൈവത്തിന്റെ വടിയാണ്. അല്ലേ? അങ്ങനെയാണ് ദൈവത്തിന്റെ വടി മോശയുടെ കയ്യിലെത്തുന്നത്. അത് അധികാരത്തിന്റെ ചിഹ്നമാണ്, അധികാരത്തിന്റെ വടിയാകും. ഇവിടെ എങ്ങനെയെങ്കിലും മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിനെ വിടുവിക്കണമെന്ന് വീണ്ടെടുക്കണമെന്ന് മോശ തീരുമാനിച്ചുകൊണ്ട് തന്റെ സ്വയം ജ്ഞാനത്തോടും ബലത്തോടും ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്ന് മണലിൽ കുഴിച്ചു മൂടി. ആ കാര്യം ഫറവോന്റെ ചെവികളിൽ എത്തിയെന്നറിഞ്ഞപ്പോൾ മോശ ഭയന്ന് സകലത്തെയും ഉപേക്ഷിച്ച് മിദ്യാരുടെ ദേശത്തേക്ക് ഓടിപ്പോയി. മോശയ്ക്ക് വേറെ വഴികളൊന്നും ഇല്ലാത്തതിനാൽ മോശയുടെ കൈകൾ ആടുകളെ മേയിക്കുന്ന അല്ലെങ്കിൽ ഒരു പരിപാലനത്തിന്റെ കൈയായി മാറി. അല്ലെ, മോശയുടെ കൈ എന്ത് ചെയ്തു? ഇപ്പൊ ആടുകളെ മേയിക്കുന്ന പരിപാലനത്തിന്റെ കൈ. മറ്റേ ആ കൈകൾ എന്ന് പറഞ്ഞ രാജകീയ കരങ്ങളാണ്. അല്ലേരിയ ഈ പാട്ടുകളെ മേയിക്കുന്ന കരമായി മാറി. പരിപാലനത്തിന്റെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമ്മുടെ കരങ്ങൾ മോശയുടെ കൈ ആടുകളെ മേയിക്കുന്ന പരിപാലനത്തിന്റെ കരമായി മാറിയതുപോലെ നമ്മുടെ കൈ വലിയ നമ്മളെ ഏൽപ്പിച്ച ജനത്തെ നടത്തുന്ന നയിക്കുന്ന പരിപാലനത്തിന്റെ കരമായിരിക്കണം നമ്മുടെ കരം. ഇന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ നമ്മുടെ പലരുടെയും കരങ്ങൾ മലിനപ്പെട്ടിരിക്കുക. അല്ലെങ്കിൽ മലിനതയാണ്. അതുകൊണ്ട് മലിനതയുള്ള കരങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം മലിനമായിരിക്കും. അല്ലേറിയ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അപ്പോൾ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. മോശ ഉപാധികളും തടസ്സങ്ങളൊക്കെ പറയുമ്പോഴാണ് നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവ് ചോദിക്കുക, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയും? ശരിയാ, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകജനം ഒന്നിറങ്ങി ഒറ്റ ശ്വാസത്തോടെ ഒറ്റ ശബ്ദത്തിൽ ഒറ്റ സ്വരത്തിൽ ഒറ്റ ശ്രുതി പറയും, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലാണെന്ന് പറയും. അല്ലേ? അങ്ങനല്ലേ? അത് എല്ലാവരും അങ്ങനെ പറയുന്നത്. ഈ മോശയോട് ചോദിച്ചു, മോശ പറഞ്ഞു എന്റെ കയ്യിൽ നിന്റെ കയ്യിലിരിക്കുന്ന വടി, എന്റെ കയ്യിലിരിക്കുന്ന വടി. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ കഴിയുമോ? അല്ലേ? അപ്പൊ നമ്മൾ ചോദിച്ചാൽ മൊബൈലാന്ന് പറയാം. അത് ഒന്നുകൂടെ കർത്താവ് ചോദിക്കുക, നിന്റെ കയ്യിലിരിക്കുന്ന എന്താ? എന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ. ഇനി എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ അന്നേരെ പറയും, കർത്താവ് 1 അല്ല 2 ഉണ്ട്.
പിന്നെ ചിലരോട് ചോദിച്ചപ്പോൾ അതിനെക്കാട്ടി കൂടുതൽ നമുക്കാണത് ചിലര് ഒരു കൈ തന്നെ രണ്ട് മൊബൈൽ പിടിക്കും, ചിലപ്പോൾ രണ്ട് കൈയിൽ പിടിക്കും, ഒന്ന് പോക്കറ്റില് ഒന്ന് കയ്യില്, ചിലരൊന്ന് ഉടുപ്പിന്റെ പോക്കറ്റില്, കാലിന്റെ ഉടുപ്പിന്റെ പാലിന്റെ പോക്കറ്റില്, ചിലതിന്റെ ഇന്നത്തെ പോക്കറ്റ് കാലിന്റെ തുടയിലും താഴോട്ടും മുട്ടിന് താഴോട്ടൊക്കെ പോക്കറ്റ്, ചില മൊബൈലൊക്കെ അവിടെ കിടക്കുന്നത്. എന്നാണ് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ചാവക്കാടിലേക്ക് ബസ്സിൽ യാത്ര ചെയ്തുള്ളൂ. ചാവക്കാട് ബസ്സിൽ കയറി ഇങ്ങനെ ചാവക്കാട് നിറങ്ങാൻ കൊണ്ട് പോയപ്പോൾ പലപ്പോഴും അങ്ങനെയൊക്കെ തോന്നുന്നു ബസ്സിൽ കയറി പോകണമെന്ന്. അങ്ങനെ കയറി പോയപ്പോൾ വലിയ ഒരു സഹോദരന്റെ കാലിന്റെ മുട്ടിന് താഴെ ഒരു പോക്കറ്റ് കിടക്കണം, അവിടെ ഒരു മൊബൈൽ കിടക്കുന്നത് ഞാൻ വളരെ ശ്രദ്ധിച്ചു. അപ്പം ആ മനുഷ്യനോട് ചോദിക്കുന്നത്, മൊബൈൽ എവിടെ, നിന്റെ കയ്യിൽ മൊബൈൽ എവിടൊക്കെയുണ്ട്? ഒന്ന് കയ്യിലുണ്ട്, ഒന്ന് പോക്കറ്റിലുണ്ട്, ഒന്ന് കാലിന്റെ തുടയിലുണ്ട്, ഒന്ന് കാലിന്റെ മുട്ടിന് താഴെയുണ്ട്. എല്ലാം പോക്കറ്റ്. ഇന്നത്തെ പാലിന്റെ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ മുമ്പിലും പുറകിലും അവിടെയുണ്ട്. ഇതിനകത്തെല്ലാം ഓരോന്ന് കിടക്കുകയാണ്. രക്തം ചെയ്യും. അപ്പം മോശയോട് നിന്റെ കയ്യിലിരിക്കുന്നത് എന്താ? എന്റെ കയ്യിലിരിക്കുന്ന ഒരു വടി. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ദൈവം നമ്മുടെ കരങ്ങളെ ശ്രദ്ധിക്കുന്നു. നമ്മുടെ കരങ്ങൾ വലിയ പവിത്രമായിരിക്കണമെന്ന്. അല്ലേലിയ. നമ്മുടെ കരങ്ങൾ അല്ലേ മലിനമില്ലാത്തതും വെടിപ്പുള്ളതുമായിരിക്കണം. അല്ലേലിയ. അപ്പൊ ദൈവം ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ നിലത്തിട്ടു, അതൊരു സർപ്പമായി തീർന്നുവെന്ന് നമ്മൾ പുറപ്പാട് പുസ്തകം 4:2-3 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലേലൂയ. ആമേൻ. നിന്റെ കയ്യിലിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ നിലത്ത് ഇട്ടു, അത് ഒരു സർപ്പമായി തീർന്നു. അല്ലേലിയ. മോശ അതിനെ കണ്ട് ഓടിപ്പോയി. അല്ലേലിയ. യഹോവ മോശയോട്, നിന്റെ കൈ നീട്ടി അതിന്റെ വാലിന് പിടിച്ച് പിടിക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശ ചെയ്തപ്പോ എന്ത് ചെയ്തു? ആ വടി പഴയതുപോലെ വന്നു. അല്ലേലിയ. കണ്ടോ, ഈ വടി നിലത്തിട്ട് പാമ്പായി കഴിഞ്ഞത് മോശ പോലും ഓടിപ്പോയി. കാരണം തന്റെ കയ്യിലുള്ള വടി പാമ്പായി എന്ന് പറഞ്ഞാൽ തനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഓടിപ്പോയി. നമ്മളങ്ങനെയൊക്കെയാണ് കേട്ടോ, പലപ്പോഴും അങ്ങനെയൊക്കെയാണ്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത. അപ്പം യഹോവ അല്ലെ മോശയെ ഉണർത്തിച്ചു. ഇതുവരെയും നീ കൈകളിൽ പിടിച്ചിരുന്ന വടി സർപ്പം എന്ന പിശാചിന്റെ വടിയായിരുന്നു. അല്ലേലിയ. ഇതുവരെ നീ പിടിച്ചിരുന്ന വടി അത് സർപ്പം എന്ന പിശാചിന്റെ വടിയായിരുന്നു. ആ വടി നിലത്തിടുന്നിടം വരെ, ആ വടി നിലത്തിട്ട്, അല്ലേലിയ, നിലത്തുനിന്ന് ആ വടി എടുക്കുന്നിടം വരെ, അല്ലേലിയ, അത് സർപ്പത്തിന്റെ വടിയായിരുന്നു, പിശാചിന്റെ വടിയായിരുന്നു. അല്ലേലിയ. പിശാചിന്റെ വടിയായിരുന്നു. അല്ലേലൂയ. നിന്റെ സ്വയജ്ഞാനം, സ്വയശക്തി സകലത്തെയും നീ താഴേക്കിടുമ്പോൾ ഞാൻ നിന്നെ ഉപയോഗപ്പെടുത്തുവാൻ ശക്തനാണ്. അപ്പം മോശയ്ക്ക് അതുവരെ മിസൈമിലെ ചെങ്കോല് കിട്ടിയില്ല. ഇത്രോവിന്റെ ആടുകളെ മേയിച്ചപ്പം കിട്ടിയത് വടിയാ. ആ വടി, അല്ലേലൂയ, നീ നിലത്തിടണം. ആ വടി കൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ കയ്യിൽ ആ വടി ഇരിക്കുന്നിടത്തോളം നിനക്ക് സ്വയജ്ഞാനവും സ്വന്തം ശക്തിയും ഒക്കെ ഉണ്ട്. അതിനെ നീ നിലത്തിടണം. പ്രൈസലോ. എന്നിട്ട് ഞാൻ പറയുന്നത് ചെയ്യണം. നിലത്തിട്ട് വടി സർപ്പമായി തീർന്ന വടിയുടെ വാലിൽ പിടിക്കണം. വാലിൽ പിടിക്കുമ്പോൾ ആ സർപ്പമായ വടി വീണ്ടും വടിയായി. അതാണ് ദൈവത്തിന്റെ വടി. അല്ലേലിയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമ്മുടെ ഉള്ളിൽ സ്വയത്വം, സ്വയജ്ഞാനം, സ്വയചിന്താഗതി, ഞാനെന്നുള്ള ഭാവം, എന്റേതെന്നുള്ള ഭാവം, എനിക്കെന്നുള്ള ഭാവം, ഞങ്ങളെന്നുള്ള ഭാവം, ഞങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് ആർക്കും ഒന്നും ഞങ്ങൾക്കാരും ഒന്നും വേണ്ട, ഞങ്ങളാരും മുമ്പ് മുട്ടുകൊത്ത്, ഞങ്ങളാരും തലതാഴ്ത്തിട്ടില്ല, ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത നിന്റെ ഉള്ളിലെ അഹങ്കാരമുണ്ടല്ലോ. അല്ലേലിയ. നിന്റെ ഉള്ളിലെ അഹങ്കാരത്തെ നീ എന്ന് താഴെയിടുന്നോ അന്ന് നീ ഉയർച്ച പ്രാപിക്കത്തുള്ളൂ. അല്ലേലിയ. ഞങ്ങൾ ആരാന്നറിയോ? ഞങ്ങളുടെ അപ്പന്മാർ ആരാന്നറിയാവോ? ഞങ്ങളുടെ വല്യപ്പന്മാർ, നിങ്ങളുടെ അപ്പന്മാരും അപ്പന്മാരും വല്യമ്മമാരും ആരായിരുന്നില്ല. ഇവിടെ നമുക്ക് എന്തിനാണ് കർത്താവിന് എന്തെന്നൊക്കെ അറിയുന്നത്? നീ വെറും പൊടിയാ. കർത്താവ് പറയാം, നീ ആരായാലും നീ എനിക്ക് മുമ്പിൽ വെറും കൃമിയാ, നീ എനിക്ക് മുമ്പിൽ വെറും പൊടിയാണ്. അല്ലേലിയ. പൊടിയായ അനുഭവമാണ്, പുഴുവായ അക്കവ്. അപ്പൊ ഇന്നത്തെ കാര്യം സ്വയജ്ഞാനം. ഞാൻ മോശയ്ക്ക് വേണേ പറയുന്നില്ലേ, എന്നെ അല്ലെങ്കിൽ മിസ്രൈമി കൊട്ടാരത്തിലാണ് വളർത്തിയത്. ഞാൻ ഫറവോന്റെ പുത്രിയുടെ മകനാ. എനിക്ക് രാജകീയ സിംഹാസനമുണ്ട്, ചെങ്കോലുണ്ടായിരുന്നു, എനിക്ക് കിരീടമുണ്ടായിരുന്നു, ഞാൻ രാജകുമാരൻ എന്നൊക്കെ മോശയ്ക്ക് പറയത്തില്ലേ. പക്ഷെ ഇതൊന്നും പറയിപ്പിക്കാൻ ദൈവം അനുവദിച്ചില്ല. അല്ലേലിയ. അവൻ താഴണം. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തിന്റെ അഹന്തയുടെ വാക്കുകൾ നീ നീക്കിക്കളഞ്ഞിട്ട് നീ ദൈവസനം താഴുവാൻ ശ്രമിക്കുമ്പോഴാണ് ദൈവം നിന്നെ ഉപയോഗമുള്ളവനായി, പ്രയോജനമുള്ളവനായി മാറ്റുന്നത്. അല്ലേലിയ. അപ്പൊ ഈ മോശം പ്രയോജനമുള്ളവനാക്കി മാറ്റുവാൻ വേണ്ടി ദൈവം കൊണ്ടുപോകുന്ന വഴികൾ നമ്മളിത് ഒരുപാട് പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ പ്രസംഗിച്ചിട്ട് കാര്യം ജീവിതത്തിലില്ലെന്നുള്ളതാണ്.
അല്ലേരിയ. നമ്മളൊക്കെ ഇപ്പോൾ ഹല്ലേലൂയ ഇന്നത്തെ എല്ലാം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ വഴിയോ ഞങ്ങളുടെ കുടുംബം ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് അപ്പൂപ്പന്മാര് തൊട്ടേ ബന്ധക്കോസുകാരാ. ഞങ്ങൾ ജനിച്ചു വീണ ബന്ധക്കോസിലാണ്, ഞങ്ങൾ ജനിച്ചത് ബന്ധക്കോസിൽ, വളർന്നത് ബന്ധക്കോസിൽ, ഞങ്ങൾ തിന്നതും ബന്ധക്കോസിൽ. എല്ലാം ഒരു 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 വിശുദ്ധിയില്ലാത്ത, ഒരു നേരില്ലാത്ത വാക്ക് പറയുന്ന ചില അഹങ്കാരത്തിന് വാക്ക്. നമ്മൾ ആരും ആകട്ടെ അങ്ങനെ ചെല്ലു പറയുമ്പോൾ ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് കേട്ടോ, ഞാനൊക്കെ വിശ്വാസം വന്നിട്ട് 26 വർഷമായിട്ട് കത്തോലിക്ക കുടുംബത്തിൽ വന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് വരുന്ന സമയത്ത് ഈ സാക്ഷിയൊക്കെ അതുപോലെ സഭ ഞങ്ങളുടെ അപ്പന്മാരപ്പൂപ്പങ്ങ പാരമ്പര്യമായിട്ട് ബന്ധുക്കോസിലായിരുന്നു, ഞങ്ങൾ ബന്ധുക്കോസിലാണ് ജീവിച്ചത്, വളർന്ന് ഞങ്ങൾ പാസനേഷന്റെ വളർന്ന് ഞങ്ങൾ പിടിയേരിയൊക്കെ തിന്നാണ് വളർന്നത് എന്ന് പറയുന്ന അനവധി ആളുകളുടെ ജീവിതത്തിന് സാക്ഷ്യമില്ല. അവരുടെ കൈയും ജീവിതവും അവരുടെ ചിന്തകളെല്ലാം മലിനമാണ്. അപ്പൊ ഫറവോനോട് ദൈവം പറയും, നീ നിന്റെ കയ്യിലിരുന്ന വടി അത് നിന്റെ സ്വയം ജ്ഞാനമാ, സ്വന്തം ശക്തിയാ, നിന്റെ ബുദ്ധിയാണ്, അത് നിന്റെ സ്വന്തം അഹങ്കാരമാ. അത് നീ നിലത്തിടണം. നിലത്തിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നോട് അത് പിടിക്കാൻ പറഞ്ഞു, നീ പിടിച്ച് നീ അതെടുക്കുമ്പോൾ പിന്നെ അത് എന്റെ വടിയാ. അപ്പോഴാണ് അത് അധികാരം ഉണ്ടാകുന്നത്. അത് ദൈവം പറയുന്നവർ ചെയ്താൽ അല്ലേരിയ ആ വിധത്തിലൂടെ ദൈവം നമ്മെ ഉപയോഗിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ജീവിതം എന്നൊക്കെ പറയും നമ്മൾ വേദപുസ്തകം വായിച്ചിട്ട് വേദപുസ്തക അടിസ്ഥാനത്തിൽ കൂടെ പോകണം. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ വേദപുസ്തക അടിസ്ഥാനത്തിലൂടെ വേദപുസ്തകത്തിന് കൊടുക്കേണ്ട വിശുദ്ധിയും പ്രാധാന്യവും കൊടുത്ത് അതിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്ത് ജീവിക്കേണ്ട ഒരാളുകൾ ഇന്നില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നെ കൂടി കൂട്ടിയാ പറഞ്ഞിട്ട് ഒരാളില്ലാതെ ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാം കുറവുള്ളവരാണ്. എന്നാൽ ആദിമ സഭയുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ, പെന്തക്കോസ്ത് നാളിന്റെ അനുഭവം പഠിക്കുമ്പോൾ, യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരെ കുറിച്ചൊക്കെ അവരുടെ കാലഘട്ടം തൊട്ട് നാം പഠിക്കുമ്പോൾ ഏകദേശം ആദിമ സഭയുടെ അനുഭവത്തിൽ ദൈവിക സന്നിധിയിൽ പൂർണ്ണ സമർപ്പണത്തോടെ നിന്ന് അനവധി വിശുദ്ധന്മാരുണ്ട്. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ്തിന്റെ ഒരു ഉണർവ് പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടങ്ങളിലും മലിനതയില്ലാതെ വിശ്വാസത്തിന്റെ ദീർഘതയിൽ നിന്ന് അനവധി ആളുകളുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ നിന്ന ഒരു വ്യക്തിയാണ് സ്മിത്ത് വിഗിൻസ്വർത്ത് എന്നൊക്കെ പറയുന്ന ആള്. അല്ലേരിയ സ്മിത്ത് വിഗിൻസ്വർത്ത് എന്ത് ചെയ്തു? താൻ ആദ്യ ഒരു അവിശ്വാസിയായിരുന്നു. തന്റെ ഭാര്യ വിശ്വാസത്തിലേക്ക് വന്നു. തന്റെ ഭാര്യ ആരാധനയ്ക്ക് പോവുകയും ഒക്കെ സ്മിത്ത് വിഗിൻസ് വളരെ അസൂയയും വളരെ നിന്നയും. അങ്ങനെ ഇവൾ നിർബന്ധിച്ച് ഒരു ദിവസം ചോദിച്ച് ആരാധനയ്ക്ക് പോയി 9 മണിക്ക് വീട്ടിലെത്തണം. അല്ലേരിയ അങ്ങനെ അല്പം താമസിച്ചു പോയി. അല്ലേരിയ ആ താമസത്തിന്റെ പേരിൽ എന്ത് ചെയ്തു? അന്നത്തെ ദിവസം വീട്ടിൽ കയറാതെ പുറത്ത് നിൽക്കേണ്ടി വന്ന് പിറ്റേ ദിവസം സ്മിത്ത് വിഗിൻസ് അവളുടെ സമർപ്പണം കണ്ടിട്ടാണ് വിശ്വാസത്തിലേക്ക് വരുന്നത്. ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ആ മനുഷ്യനെ ദൈവം പിന്നീട് അങ്ങ് ഉപയോഗിച്ചു. സ്മിത്ത് വിഗിൻസ് എന്ന് പറയുന്ന സ്മിത്ത് വിഗിൻസ്വർത്ത് എന്ന് പറയുന്ന ആ ദൈവദാസനെ ദൈവം അങ്ങ് ഉപയോഗിച്ചത് തന്നെ കൊണ്ട് 20 മരിച്ചു പേര് ഉയർപ്പിച്ചു. മരിച്ചുപോയി 20 പേരെ ഉയർപ്പിച്ചു. അവസാനം തന്റെ ഭാര്യയും മരിച്ചു. മരിച്ചു കഴിയുമ്പോൾ തന്റെ ഭാര്യയ്ക്കും വേണ്ടി ഒരു ഉയർപ്പ് കൊടുത്തു. അങ്ങനെ സ്മിത്ത് വിഗിൻസ്വർത്ത് എന്ന് പറയുന്ന ദൈവദാസനെയൊക്കെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മാർട്ടിൻ ലൂതർ, വില്യം ഗേറി, സാധു സുന്ദർ സിംഗ്, അല്ലേരിയ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയെ പോലുള്ള ആളുകളൊക്കെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലേരിയ പക്ഷെ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള വിശുദ്ധന്മാർ സഭയ്ക്കകത്തുണ്ടോ? ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള വിശുദ്ധന്മാർ ഈ കാലഘട്ടത്തിൽ സകലരുടെ ഉള്ളിൽ രാഷ്ട്രീയവും ദിവ്യാഗ്രഹവും അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ അങ്ങ് പെരുകി. ഇപ്പം കാണത്തില്ലേ അധികാരം പിടിക്കുക. കേരളത്തിലാണല്ലോ പെന്തക്കോസ്തിന്റെ എല്ലാം കൂടെ ഹെഡ് ഓഫീസ് ഉള്ളത്. പെന്തക്കോസ്തിന്റെ നല്ലൊരു കൂട്ടം പെന്തക്കോസ്തുകാരുടെ ഹെഡ് ഓഫീസ് കേരളത്തിലാണ്. അല്ലേരിയ ഈ കേരളത്തിലുള്ള ഹെഡ് ഓഫീസിന്റെ ഒക്കെ തെരഞ്ഞെടുപ്പ് നടന്നു അമേരിക്കയിൽ നിന്ന് പെട്ടി നിറച്ച് പണമായിട്ട് കേരളത്തിലേക്ക് വന്നിട്ട് ദൈവദാസന്മാർക്ക് കൈക്കൂലി കൊടുത്തും കോഴ കൊടുത്തും അല്ലേരിയ വോട്ട് വാങ്ങി അധികാരത്തിന്റെ കസേരയിലിരിക്കുന്ന മലിനമായ കരങ്ങളുള്ളവരാണ് ഇന്ന് പ്രസ്ഥാനത്തെ നയിക്കുന്നവര്. അല്ലേരിയ കോടിക്കണക്കിന് രൂപ ഉണ്ടെന്ന് കൈക്കൂലി കൊടുക്കുക വോട്ടിന് വേണ്ടി, എന്തിനാ? അധികാരത്തിന് വേണ്ടി. കാരണം മലിനമായ കരങ്ങൾ. അതുകൊണ്ട് സ്വയം ബുദ്ധി കൊണ്ട്, സ്വന്തം ജ്ഞാനം കൊണ്ട്, സ്വന്തം കഴിവുകൊണ്ടും ഒക്കെ പലരും ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് ദൈവവേലയിൽ യാതൊരു മാറ്റവുമില്ല. അല്ലേരിയ ഇവിടെ മോശയുടെ നിന്റെ കയ്യിരിക്കുന്ന വടി നീ താഴെ ഇടണം. അത് സർപ്പത്തിൻ്റെതാണ്, പിശാചിന്റെ വടിയാ. അത് നിലത്തിട്ടെടുക്കുമ്പോൾ അല്ലേരിയ അതെന്റെ വടിയായി മാറും.
പ്രൈസറോ ഹല്ലേലൂയ. അതേ സ്നേഹിത, നിന്റെ കയ്യിലിരിക്കുന്ന പലതും താഴെ ഇടണം. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ കയ്യിലിരിക്കുന്നത് നിന്റേതെന്ന് പറഞ്ഞ്, നിന്റേതാണ് എന്റേതാണെന്ന് പറഞ്ഞ് നീ കരുതി നീ അഹങ്കരിച്ച് നിഗളിച്ച് പുളച്ച് മതിച്ച് ജീവിക്കുന്ന ഭാഷാരി പശുവിനെ പോലെ അഹങ്കാരം പിടിച്ച ഹുങ്കാരം പിടിച്ച നികളം പിടിച്ച നിന്റെ ഹൃദയത്തിന്റെ അകത്തിരിക്കുന്ന ആ കറുപ്പുള്ള വിഷത്തെ നീ എടുത്ത് പുറത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ നിനക്ക് ഉയർച്ചയുള്ളൂ. പ്രൈസറോ. നിനക്ക് ഉയർച്ച തരണമെങ്കിൽ നമ്മളൊന്ന് താഴണം. പ്രൈസറോ. നമ്മൾ താഴാത്രത്തോളം കാര്യം ഉയർച്ചയില്ല. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് മോശയോട് പറയാം, ഈ വടി നീ പിടിച്ചിരുന്ന വടി അല്ലെ, ആ വടി പിശാചിന്റെ വടിയായിരുന്നു. നിന്റെ സ്വയജ്ഞാനം നിന്റെ സ്വയശക്തി സകലത്തിൽ നീ താഴേക്ക് ഇടുമ്പോൾ ഞാൻ നിന്നെ ഉപയോഗപ്പെടുത്തുവാൻ സർവശക്തനാ. തറയിൽ ഇഴഞ്ഞു നടന്ന ആ വടി, മോശയുടെ കയ്യിൽ നിന്ന് വടി താഴെ ഇട്ടപ്പോൾ സർപ്പമായി. ഇപ്പൊ ആ വടി എന്ത് ചെയ്യുക? തറയിൽ കൂടി ഇങ്ങനെ ഇഴഞ്ഞു നടക്കുക പാമ്പായിട്ട്. ആ ഭാഗമൊക്കെ നിങ്ങൾ ഓർമ്മയിൽ നിന്ന് എടുത്തു വയ്ക്കുക. ആ ഭാഗമൊക്കെ നിങ്ങൾ ഒരു ചിത്രം പോലെ കണ്ടു വയ്ക്കുക. ഇതുവരെ ആടുകളെ മേയിച്ച വടിയാണെന്നാണ് തന്റെ കയ്യിലിരിക്കുന്നത്. അത് നിലത്തിട്ടപ്പോൾ സർപ്പമായി മാറി. ഇപ്പം വടി എന്ത് ചെയ്തു? നിലത്തൂടെ എഴഞ്ഞു നടക്കുക. ആ വടിയുടെ വാലിൽ നിന്ന് പിടിക്കാൻ കർത്താവ് പറഞ്ഞു. അപ്പം കർത്താവ് ആ സർപ്പത്തിന്റെ വാലിൽ പിടിച്ച് തൂക്കിപ്പൊളിഞ്ഞത് അത് ദൈവത്തിന്റെ വടിയായി. സർപ്പത്തിന്റെ തല തകർത്ത കർത്താവ് അതിന്റെ വാലിനെ നമ്മുടെ കരങ്ങളിൽ നൽകിയിരിക്കുകയാണ്. പ്രൈസറോ ഹല്ലേലൂയ. അല്ലെങ്കിൽ പാമ്പുകളിൽ തേളുകളിൽ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം നാം ലൂക്കോസിന്റെ 10:19 വായിക്കുമ്പോൾ അത് ദൈവം നമുക്ക് ചില അധികാരത്തെ തന്നിട്ടുണ്ട്. പാമ്പുകളിൽ തേളുകളിൽ ശത്രുവിന്റെ സകല ബലത്തിൽ ചവിട്ടുവാൻ അധികാരം തന്ന അധികാരത്തിന്റെ ആ അനുഭവത്തിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോഴാണ് ശുശ്രൂഷയ്ക്കകത്ത് വിജയമുണ്ടാകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ശുശ്രൂഷ ഭയങ്കര വിജയമായിരുന്നു പറയും. ഇന്നത്തെ എല്ലാ ദൈവദാസന്മാരും ചോദിക്കും ശുശ്രൂഷ ഭയങ്കര വിജയമായി. ഞാനൊരു മീറ്റിംഗ് പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ദൈവദാസൻ എനിക്ക് വന്നു, ശുശ്രൂഷ ദൈവദാസൻ വന്നു. ഇത് നല്ല വിജയമായിരുന്നല്ലേ ബസ്? ഇത് ഭയങ്കര വിജയം. എന്താ വിജയം എന്ന് പറയാ? സഭയ്ക്കകത്ത് അല്ലെങ്കിൽ വന്നവര് പലരും ഭൂതം ഇളകി. അല്ലെങ്കിൽ ഭൂതം ഇളകിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭൂതം ഇളകിയതേ ഉള്ളൂ, പിന്നെ ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ഈ ഇളക്കം കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര ശുശ്രൂഷയാണ്. അല്ലെങ്കിൽ ഇളകിയ പോലെ ഇളകിയതിനെ എടുത്ത് മാറ്റിയും കൂടെ കളയണം. ഫ്രൈസർ ചിലതിനൊക്കെ ചില പണിയെടുക്കേണ്ടി വരും കേട്ടോ. ചിലതൊക്കെ പെട്ടെന്നൊന്നും ചിലത് പോകും, ചിലതിനൊക്കെ നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും. ചില സാത്താനെന്നൊക്കെ പറഞ്ഞാൽ ചൂരും കെട്ടെടുത്ത് അടിച്ചാലും പോകാത്ത ചിലതിൻ്റെയൊക്കെ ഉള്ളിലുണ്ട്. ഫ്രൈസറുടെ ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ഉള്ളിലെ ആ ചിന്താഗതി ഒന്ന് മാറ്റണം. എന്നിട്ട് നീ ദൈവത്തിന് താഴണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ സ്തോത്രം അതിന്റെ വാലിൽ തൂക്കി എടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അത് ദൈവത്തിന്റെ വടിയായി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് പറഞ്ഞ ആടുകളെ മേയിച്ചിരുന്ന മോശ 20 ലക്ഷം എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന 6 ലക്ഷം ജനങ്ങളുടെ ഭാര്യമാരും കുട്ടികളും, പിന്നെ വലിയൊരു സമ്മിശ്ര ജാതി അവരുടെ ഭാര്യമാരും കുട്ടികളും, ഇസ്രായേൽ ലേവ്യരെ എണ്ണിട്ടില്ലായിരുന്നവർ, അവരും അവരുടെ മക്കളും ഒക്കെ കൊണ്ട് അങ്ങനെ വലിയ പുരുഷാരത്തെ ഹല്ലേലൂയ മോശ നടത്തി കൊണ്ടുപോകുന്ന ചുമതലയെ ദൈവം ഏൽപ്പിക്കുക. ഹല്ലേലൂയ. ഈ വലിയ പുരുഷാരത്തെ നടത്തിക്കൊണ്ട് അവർക്ക് ഞാൻ നൽകിയിരിക്കുന്ന വാഗ്ദത്ത ദേശമായത് കനാനിൽ നീ എത്തിക്കണം. ആ വലിയ ഉത്തരവാദിത്തം കൊടുത്തു. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വടി കൊണ്ട് ഇസ്രായേലിന്റെ 10 ബാധകൾ പിന്നെ ദൈവം കൊടുത്ത പിന്നെ വടിയാണ് ഇസ്രായേൽ 10 ബാധകൾക്ക് കാരണമായത്. ആ വടി ചെങ്കടലിനെ നേരെ നീട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് ചെങ്കടൽ 2 പിളർന്നു. വീണ്ടും ആ വടി സമുദ്രത്തിനെ നീട്ടിയപ്പോൾ ഫറവോനെ അവന്റെ സൈന്യത്തെയും ആദ്യ ചെങ്കടലിനെയും ദൈവം എന്ത് ചെയ്തു? പഴയതുപോലെ കൊണ്ടുവന്നു. ഫറവോനെ സൈന്യത്തെ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു. ഈ വടിയുടെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കുകയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വടി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അത് അധികാരത്തിന്റെ വടിയാണെന്ന്. ഹല്ലേലൂയ. പിന്നെ ചെങ്കടലിനെ വിഴുങ്ങിക്കളഞ്ഞു. അന്ന് മോശ തന്റെ കയ്യിൽ വടി പിടിച്ചതുപോലെ ഇന്ന് നാം സത്യത്തിന്റെ വേദപുസ്തകത്തെ നമ്മുടെ കരങ്ങളിൽ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. മോശയുടെ കയ്യിൽ അന്നൊരു വടിയാ കൊടുത്തത്. ഹല്ലേലൂയ. ആ വടി ദൈവത്തിന്റെ വടിയായി മാറി, അധികാരത്തിന്റെ വടിയായി മാറിക്കഴിഞ്ഞപ്പോൾ ആ വടി കൊണ്ട് മോശ ഒരുപാട് അത്ഭുതം ചെയ്തു. അതുകൊണ്ട് പാറയടിച്ചപ്പം വെള്ളം വീഴുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതേപോലെ തന്നെ ദൈവം നമുക്ക് തന്ന അധികാരത്തിന്റെ ചിഹ്നമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകം. ഹല്ലേലൂയ. നമ്മുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകത്തെ നമ്മൾ മുറുകെ പിടിക്കുന്നെങ്കിൽ, നമ്മുടെ കരങ്ങൾ വിശുദ്ധമാണെങ്കിൽ, നമ്മുടെ കരങ്ങൾ വെടിപ്പാണെങ്കിൽ, മലിനത പറ്റാത്ത കരങ്ങൾ കൊണ്ടാണ് ഈ സത്യവേദ പുസ്തകത്തെ പിടിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നമ്മൾ കരങ്ങളിൽ പിടിച്ചിരിക്കുകയാണ്. കാരണം വേദപുസ്തകം മുഴുവൻ വാഗ്ദത്തമാണല്ലോ. ഈ വാഗ്ദത്തങ്ങളെയാണ് നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടം സഭയിലേക്ക് വരുന്നതൊന്നും വേദപുസ്തകം കൊണ്ടല്ലെന്ന് വരുന്നേ.
ഇന്നത്തെ കാലത്ത് സഭയിൽ വരുന്ന ചുമ്മാ അട്ടഹസിക്കാനും തുള്ളാനും ചാടാനും ചുമ്മാ ഫാഷൻ കാണിക്കാനും ഫാഷൻ പരേഡ് പോലെയൊക്കെയാണ് ചിലത് വരുന്നത്. ചിലതൊക്കെ സഭയിലേക്ക് വരുന്ന കാണത്തില്ല, ചില ഫാഷൻ പരേഡ് പോലെ ഒക്കെ വരുന്ന കാണത്തില്ലേ. അതൊന്നും ദൈവസഭയിൽ വരുന്നതല്ല. അവരുടെ പ്രൗഢി കാണിക്കാൻ മലിനത നിറഞ്ഞ അഹങ്കാരത്തിന്റെ ഹുങ്കാരത്തിന്റെ ഒക്കെ അനുഭവമുള്ളതാണ് സഭയിലേക്ക് വരുന്നത്. അവർ വണ്ടി കൊണ്ടുവരും, അല്ല ഈ ദൈവത്തിന്റെ വാക്തത്വം അടങ്ങിയിരിക്കുന്ന വാക്തത്വത്തിന്റെ പുസ്തകമായിരിക്കുന്ന അധികാരത്തിന്റെ പുസ്തകമായിരിക്കുന്ന ബൈബിൾ കൊണ്ടുവരത്തില്ല. അവർ സകല വെറുപ്പൂത്തും സകല അസുരനും സകല അശുദ്ധ ചിത്രങ്ങളുമുള്ള ഈ മൊബൈലും പിടിച്ചുകൊണ്ട് വന്നിട്ട് ദൈവസഭയ്ക്കകത്തിരുന്ന് ബൈബിൾ വായിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, അവരെ വിളിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ കയ്യിലിരിക്കുന്നത് ഈ അസുരയുടെ മൊബൈലാണ്. ഒരു സാക്ഷ്യം പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ മൊബൈൽ, ഒരു പാട്ട് പാടുന്നത് മൊബൈല്, ഒരു വാക്യം വായിക്കുന്ന മൊബൈല്, സഭയിൽ സംഗീതം വായിച്ച് പ്രബോധം മൊബൈല്. അഹങ്കാരത്തിന്റെ ചെട്ടിക്കതയുടെ അശ്ലീലത്തിന്റെ അശ്ലീലത്തിന്റെ കൂടായിരിക്കുന്ന നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലുമായിട്ട് നീ പള്ളിക്കകത്ത് വന്ന് മറ്റുള്ളവരോടെ നീ മലിനമാക്കി കളയരുത്. ദൈവദാസി, നിന്റെ മോശ അധികാരത്തിന്റെ വടി തന്റെ കൈകളിൽ പിടിച്ചതുപോലെ ആ വടി കൊണ്ട് പല അത്ഭുതം നടന്നു. നീ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ, നീ സഭയിൽ വരുമ്പോൾ നീ ബൈബിൾ പിടിച്ചുകൊണ്ട് വരണം. ആ ബൈബിൾ പിടിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വാക്തത്വം അധികാരത്തിന്റെ വചനം നിന്റെ കയ്യിലുള്ളത്. അല്ലാതെ മൊബൈലിനകത്തെ കച്ചറയും പിടിച്ചോണ്ടല്ല വരും. നീ ആരാണ് ഈ മൊബൈൽ നീ അടച്ചുകൂട്ടിയൊരു ബാഗിൽ വെക്കണം, അത് പുറത്ത് കാണരുത്. ഇന്ന് നിന്റെ മൊബൈൽ കാണാനല്ല സഭ നടത്തുന്നത്, നിന്റെ മൊബൈൽ കാണാനല്ല സഭാ ശുശ്രൂഷിക്കുന്നത്. നിന്റെ മൊബൈൽ എത്ര വരുമ്പോൾ നീ ഒരു ഐഫോൺ ആയിരിക്കും, ആപ്പിൾ എന്ത് കുന്തോ കാട്ട് നിന്റെ വീട്ടിൽ വെച്ചു വാ. സഭയിലേക്ക് നീ കൊണ്ടുവരരുത്. നിന്നെപ്പോലെ ഉള്ളതൊക്കെ സഭയ്ക്കകത്ത് വന്നതാണ് സഭ നശിച്ചത്. നീയൊക്കെ ഈ മൊബൈലും പിടിച്ചുകൊണ്ട് ദൈവദാസി എനിക്കൊക്കെ വിശ്വാസം, നീയൊക്കെ മൊബൈലും പിടിച്ച് ഫുൾ പിറ്റിലും കയറിയിരുന്ന് ഫോണും വിളിച്ച് മെസ്സേജ് സഭയ്ക്കകത്ത് ബൈബിൾ ഈ മൊബൈലിൽ നോക്കി വായിക്കാൻ തുടങ്ങിയാണ്. പിന്നാണ് സഭയ്ക്ക് ശാപം വന്ന് കയറുന്നത്. നിന്റെ മലിനമായ വാക്കുകളും ചിന്തകളും നിന്റെ മലിനമായ കൈ മാറ്റിവെച്ചിട്ട്, മലിനമായ മൊബൈൽ മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ അധികാരത്തിന്റെ വാക്തത്വത്തിന്റെ പുസ്തകം നീ എടുത്ത് കൈ പിടിക്കാൻ പ്രേരിക്കണം. ഹല്ലേലൂയ. നിന്നെപ്പോലെയുള്ള കുറെ എണ്ണൊക്കെ സഭയ്ക്കകത്ത് വന്നാല് ഹല്ലേലൂയ ദൈവസഭയിൽ നിന്ന് ഇറങ്ങി കൂടും. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം. അപ്പം എന്താണ്? അപ്പൊ ഇവിടെ മോശയുടെ കയ്യിൽ നിന്ന് പറ്റി അധികാരത്തിന്റെ പടിയായതുപോലെ പാപത്താൻ നിറയപ്പെട്ട് ശാപത്താൻ നിറയപ്പെട്ട് ജീവിതം മുഴുവൻ മലിനപ്പെട്ട് കിടന്ന എന്തെങ്കിലും ദൈവം അവന്റെ രക്തം കൊണ്ട് കഴുകി വെടിപ്പാക്കി, നമ്മുടെ കരങ്ങൾ വെടിപ്പാക്കി ശുദ്ധിയാക്കി എടുത്തപ്പം ദൈവത്തിന്റെ അധികാരത്തിന്റെ വാക്തത്തിന്റെ വചനമടങ്ങിയിരിക്കുന്ന സത്യവേദ പുസ്തകം നമ്മുടെ കൈ തന്നപ്പോൾ അതിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ദൈവസഭയിൽ കടന്നു വരണം. അല്ലേ? ഞാൻ ഈ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിച്ച പാസ്റ്ററെ പല ഫോട്ടോസ് കാണാറുണ്ട്. അദ്ദേഹം തന്റെ ബൈബിൾ മാറോട് ചേർത്ത് പിടിച്ച് കാണാറുണ്ട്. അങ്ങനെ ഒരു ദിവസനെ ഞാൻ വേറെ കാണാനില്ല കേട്ടോ. പക്ഷെ ഞാനിത് പറഞ്ഞു, ഞാൻ ബൈബിൾ മാത്രം ഉപയോഗിക്കുന്നത്, ഞാൻ മൊബൈൽ പിടിച്ചൊരു ഒരു കാര്യം പറയത്തില്ല കേട്ടോ. എനിക്കതിന്റെ ആവശ്യമില്ല. കാരണം എന്റെ കരങ്ങളെ വെടിപ്പാക്കി ഈ പുസ്തകം ദൈവം തന്ന വാഗ്ദത്തങ്ങളുടെ അധികാരത്തിന്റെ പുസ്തകം ഞാനതിനെ വളരെ മാന്യതയോടെ കാണുന്നത്. ഹല്ലേലൂയ. നീയൊക്കെ മാനസാന്തരപ്പെടണം കേട്ടോ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വചനങ്ങൾ അടങ്ങിയിരിക്കുന്ന വേദപുസ്തകത്തെ നീ നിന്റെ കരങ്ങളിൽ എടുത്തുകൊണ്ട് ദൈവസഭയിൽ വരണം. അതിനകത്ത് അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, വീര്യപ്രവർത്തികളുണ്ട്, രോഗസൗഖ്യമുണ്ട്, വിടുതലുണ്ട്. ആ പുസ്തകത്തിനകത്തെല്ലാം ഉണ്ട്. അതെ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നം ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നാണ് നമ്മൾ വായിച്ചത്. മോശയോട് ദൈവം ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഒരു വടി. അതെ, അത് സാധാരണ വടിയായിരുന്നു. അത് സർപ്പത്തിന് പിശാചിന്റെ വടിയായിരുന്നു. അത് നിരത്തിട്ടെടുത്തപ്പോൾ ദൈവത്തിന്റെ വടിയായി. അത് മലിനമായി നീക്കിക്കളഞ്ഞിട്ട് ദൈവത്തിന്റെ വാക്തത്വമടങ്ങിയ ആ സത്യവേദപുസ്തകത്തെ നിന്റെ കരങ്ങൾ കൊണ്ടെടുക്കുമെന്ന് നീ തയ്യാറാകുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറി ദൈവം നിന്നെ ഉയർത്തും. കണ്ണുകളടച്ചാട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വർക്ക് പിതാവി, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ലോക രാജ്യങ്ങൾ 800 കോടിയിലധികം ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവി, ജനം ദൈവസന്നിധിക്ക് മടങ്ങുന്ന മലിനമായ ജീവിതം, സ്വന്തം ബുദ്ധി, കഴിവ്, ജ്ഞാനമൊക്കെ വിട്ട് മോശ ദൈവസനം താഴ്ന്നപ്പോൾ തന്റെ കയ്യിൽ വടി താടിയിട്ട് എടുത്തപ്പോൾ അത് ദൈവത്തിന്റെ വടിയായി മാറി എന്ന് പറഞ്ഞൊരു കർത്താവ്, ഈ കാലഘട്ടത്തിൽ
ഞങ്ങളുടെ കരങ്ങളിൽ തന്നെ സത്യവേദവസം മുറുകെ പിടിച്ചുകൊണ്ട് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അന്ത്യം വരെയും കർത്താവിന് വേണ്ടി നിൽപ്പാൻ ജനത്തെ ഒരുക്കണമേ. പാപത്തിന്റെ ശാപത്തിന്റെ രോഗത്തിന്റെ പേരിൽ അകപ്പെട്ട് കിടക്കുന്ന ജനങ്ങൾ ശൈശവത്തിലും ബാല്യത്തിൽ കൗമാരി യൗവനത്തിലും വാർത്തയിൽ നിരാൻവൃത്തിലും അസന യാത്ര ഓർമ്മ ചോട്ട തടവറയിലായിരിക്കുന്ന രാജ്യരാഷ്ട്രത്തിലും ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ല മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരി എല്ലാ ചരിത്ര മാധ്യമ മീഡിയ സാമൂഹ്യ സാംസ്കാരിക ചരിത്ര മീഡിയ രംഗം നിൽക്കുന്ന എല്ലാവരും ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് ഈ ജനത്തിന് മനസ്സാദരം കൊടുക്കണമേ. പാപത്തിന് വഴിവിട്ട് മടങ്ങി വരട്ടെ. ഈ ജനം കർത്താവിന് വേണ്ടി നിൽക്കണം. അധികാരത്തിന് ചിഹ്നമായിരിക്കും, അധികാരത്തിന്റെ അധികാരത്തിന്റെ അനുഭവമായിരിക്കുന്ന വാക്തത്വമുണ്ടെങ്കിൽ ഈ സത്യവേദ പുസ്തകത്തെ മറവോട് ചേർത്ത് പിടിക്കുന്ന ഒരു തലമുറയെ സഭയ്ക്കകത്ത് നിൽക്കണം. ദൈവദാസിദാസന്മാർക്ക് മനസ്സാന്തരം കൊടുക്കണമേ. ഈ ഹീനോത്കൃഷ്ടമായി മൊബൈലൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവജനത്തെ പണ്ടത്തെ പിതാക്കന്മാർ ചേർത്ത് പിടിച്ചതുപോലെ ചേർത്ത് പിടിച്ച് ദൈവസഭയ്ക്കകത്ത് വിശുദ്ധിയുടെ ശുശ്രൂഷ വെളിപ്പെടുവാൻ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.